എജു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഫെബ്രുവരി 2 നടത്തിയ സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്ത് അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് സെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദ ഇൻ്റലിജൻസ് റിലേറ്റഡ് ടു പിക്ചർ സ്മാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻ്റലിജൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്, ലോജിക്കൽ ഇൻ്റലിജൻസ്, വെർബൽ ഇൻ്റലിജൻസ്, സ്പേഷ്യൽ ഇൻ്റലിജൻസ്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, സ്പേഷ്യൽ ഇൻ്റലിജൻസ് ആണ്. പിക്ചർ സ്മാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സ്പേഷ്യൽ ഇൻ്റലിജൻസ് ആണ്. വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രങ്ങളിലൂടെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിശക്തി ഉയർന്ന നിലവാരത്തിലുള്ള പഠിതാക്കൾ ചിത്രങ്ങളിലൂടെയാണ് ചിന്തിക്കുന്നത്. അതായത് വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള അങ്ങനത്തെ ബുദ്ധിയുള്ള ആൾക്കാർ ചിത്രങ്ങളിലൂടെയാണ് ചിന്തിക്കുന്നത്. അതായത് അവർ അറിവ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ മാനസിക ബിംബങ്ങളൊക്കെ സൃഷ്ടിക്കും. ഭൂപടം, ചാർട്ട്, ചിത്രങ്ങൾ, വീഡിയോകൾ, ചലച്ചിത്രങ്ങൾ എന്നിവയൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ടാണ് അതിലൂടെയാണ് ഇവരുടെ ഇൻ്റലിജൻസ് വളരുന്നത്, അല്ലെങ്കിൽ അതിലൂടെയാണ് ഇവർ ആനന്ദം കണ്ടെത്തുന്നത്. വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ വാചിക അല്ലെങ്കിൽ ഭാഷാപരമായ ബുദ്ധിശക്തിയാണുള്ളത്. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ വെർബൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇവർക്ക് വാക്കുകളും ഭാഷയും വേണ്ട പോലെ ഉപയോഗിക്കാനുള്ള കഴിവാണുള്ളത്. അതായത് ഇവർക്ക് നല്ല ശ്രവണശേഷി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവർ പൊതുവെ നല്ല പ്രഭാഷകരൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ എഴുതുന്ന ആൾക്കാരുമായിരിക്കും. ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ യുക്തിചിന്തന, ഗണിത ബുദ്ധിശക്തി എന്നുള്ളതാണ്. അതായത് ഇവർക്ക് ന്യായവാദ, യുക്തിചിന്തനം, സംഖ്യാബോധം എന്നിവ പ്രയോഗിക്കാനുള്ള കഴിവാണുള്ളത്. ഇവർ ഉയർന്ന നിലവാരത്തിലുള്ള പഠിതാക്കൾ, അതായത് ഉയർന്ന ഈ ഒരു ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാർ യുക്തിപരവും സംഖ്യാധിഷ്ഠിതമായ രീതിയിൽ ആശയപരമായി ചിന്തിച്ച് ഇൻഫർമേഷനെ പരസ്പരം ബന്ധിക്കുകയാണ് ചെയ്യുന്നത്. പ്രോബ്ലം സോൾവിങ്, അതുപോലെ തന്നെ ഈ ഡേറ്റയുടെ ഒരു അനാലിസിസ്, റിലേഷൻ കണ്ടുപിടിക്കൽ എന്നിവയൊക്കെയാണ് ഇവരുടെ പ്രത്യേകമായിട്ടുള്ള കഴിവെന്ന് പറയുന്നത്. ബോട്ട്ലി അല്ലെങ്കിൽ കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ കായിക അല്ലെങ്കിൽ ചാലക ബുദ്ധിശക്തിക്കാണ്. അതായത് ഇവരുടെ ശാരീരിക ചലനങ്ങളെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുമുള്ള കഴിവുള്ളവരാണ്. ഇവർ ചലനങ്ങളിലൂടെയാണ് ആത്മാവിഷ്കാരം നടത്തുന്നത്. അതായത് ഇവർക്ക് നല്ല സ്പോർട്സിലൊക്കെ നല്ല എബിലിറ്റി ഉണ്ടായിരിക്കും. കായിക താരങ്ങൾ, കായിക അധ്യാപകർ, നർത്തകൻ, നടൻ എന്നിവയെല്ലാം ഈ ഒരു ബോഡ്ലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് വിഭാഗത്തിൽ പെടുന്നവരാണ്. Next question. The Constitution article which state that the state should provide free and compulsory education to all children until they are 14 years age. അതായത് 14 വയസ്സ് വരെ നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ഏതെന്നാണ്? ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 21A, ആർട്ടിക്കിൾ 27, ആർട്ടിക്കിൾ 70. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, ആർട്ടിക്കിൾ 21A ആണ്. ഇത് എല്ലാ വർഷത്തെ സെറ്റ് എക്സാമിനും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്നാണ്? അത് ആർട്ടിക്കിൾ 21A ആണ്. ആർട്ടിക്കിൾ 29 പ്രൊഹിബിറ്റ് ചെയ്യുന്നത്, അതായത് റിലീജിയൻ, റേസ്, കാസ്റ്റ്, ലാംഗ്വേജ് അതുപോലുള്ള മറ്റേതെങ്കിലും ഒരു കാര്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കുട്ടിക്ക് പോലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ ഡിനേ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 29 പറയുന്നത്. അതായത് ആർട്ടിക്കിൾ 29 ഫോക്കസ് ചെയ്യുന്നത് മൈനോറിറ്റീസിൻ്റെ പ്രൊട്ടക്ഷനാണ്. ആർട്ടിക്കിൾ 27 പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെയോ മതവിഭാഗത്തിൻ്റെയോ വളർച്ചയ്ക്കും സംരക്ഷണത്തിന് നികുതികൾ കൊടുക്കാൻ ഒരു വ്യക്തിയെ നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മയാണ്. അതായത് തൊട്ടുകൂടായ്മ നിർത്തലാക്കുന്നത്, അതിൻ്റെ അനുഷ്ഠാനം നിരോധിക്കുകയും ചെയ്യുന്ന അനുച്ഛേദനമാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ആണ്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്, ഒപ്പറന്റ് കണ്ടീഷനിങ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, അഡ്വാൻസ് ഓർഗനൈസർ. വൈഗോഡ്സ്കി, ഡേവിഡ് ഓസ്ബെൽ, അറ്റ്കിൻസൺ, ഷിഫ്രിൻ, BF സ്കിന്നർ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അറ്റ്കിൻസൺ, ഷിഫ്രിന്, ഒപ്പറന്റ് കണ്ടീഷൻ സ്കിന്നർ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് വൈഗോഡ്സ്കി, അഡ്വാൻസ്ഡ് ഓർഗനൈസ്ഡ് ഡേവിഡ് ഓസ്ബെൽ. അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എന്നാണ് ഈ മോഡൽ അറിയപ്പെടുന്നത്. ഈ ഒരു മോഡൽ അനുസരിച്ച് 3 ഡിസ്റ്റിൻ്റ് ആയിട്ടുള്ള മെമ്മറി സ്റ്റോഴ്സാണ് ഉള്ളത്. സെൻസറി മെമ്മറി, ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടൈം മെമ്മറി എന്നിവയാണിവ.
സെൻസറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പെർസീവ് ചെയ്ത ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നതാണ് സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. അതായത് മില്ലി സെക്കൻഡ്സുകൾ മാത്രം നമ്മുടെ നിലനിൽക്കുന്ന ആ ഒരു മെമ്മറിക്കാണ് സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. ഷോർട്ട് ടൈം മെമ്മറി STM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലോട്ട് നമ്മൾ ഓർത്തിരിക്കുന്നതാണ് ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയുന്നത്. ലോങ് ടൈം മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളത്തേക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഓർത്തിരിക്കുന്നതാണ് ലോങ് ടൈം മെമ്മറി എന്ന് പറയുന്നത്. സ്കിന്നറിൻ്റെയാണ് ഒപ്പേറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ്, റിവാർഡ് ലേണിംഗ് എന്നൊക്കെ ഇത് അറിയപ്പെടുന്നത്. അതായത് നമുക്കൊരു പോസിറ്റീവ് ഔട്ട്കം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബിഹേവിയർ റിപ്പീറ്റായിട്ട് നമ്മൾ കാണിക്കും എന്നുള്ളതാണ് ഒപ്പേറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് വൈഗോട്സ്കിയുടെ കോൺസെപ്റ്റാണ്. അതായത് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പഠിക്കാനുള്ളതും അതുപോലെ തന്നെ വേറൊരാളുടെ ആ ഒരു അസിസ്റ്റൻസ് വഴി നമ്മുടെ ഒരു പെർഫോമൻസ്, അത് നമ്മൾ തന്നെ പഠിച്ചിട്ടുള്ള നമ്മുടെ പെർഫോമൻസും വേറൊരാളുടെ അസിസ്റ്റൻസ് വഴിയുള്ള ഒരു പെർഫോമൻസും ഉണ്ടല്ലോ. അപ്പോൾ ഇത് തമ്മിലുള്ള ആ ഒരു ദൂരം അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് കുട്ടി തന്നെ പഠിക്കുന്നതും അതുപോലെ തന്നെ വേറൊരാളുടെ ഹെൽപ്പോട് കൂടി പഠിക്കുന്നതും ഇത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓസ്ബൽ തിയറി ഓഫ് മീനിങ് ഫുൾ വേർബൽ ലേണിങ്ങിലാണ് അല്ലെങ്കിൽ റിസപ്ഷൻ ലേണിങ്ങിലാണ് അഡ്വാൻസ് ഓർഗനൈസർ പറയുന്നത്. അതായത് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്ലാസ് തുടങ്ങുമ്പോൾ ഒരു പുതിയ കോൺസെപ്റ്റ് നമ്മൾ പഠിപ്പിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ അതിനൊരു പ്രിവ്യൂ ആയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമല്ലോ. അതായത് ആ കാര്യം എന്ന് പറയണത് നമ്മുടെ പഴയ നോളഡ്ജും പുതിയ നോളഡ്ജും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കായിട്ടാണ് വർത്തിക്കുന്നത്. അതായത് പഴയ നോളഡ്ജ് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയതിലോട്ട് കിടക്കുവാണ് ഈ ഒരു ഇതിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു വെർബൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമ്മൾ ചെയ്യുന്നത്. സോ ഈ ഒരു ലിങ്കിനാണ് നമ്മൾ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. അതായത് പഴയ നമ്മുടെ ഉള്ളിലുള്ള അറിയാവുന്ന കാര്യങ്ങളും പുതിയതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ നമ്മൾ ബന്ധപ്പെടുത്തുമല്ലോ. ആ ബന്ധപ്പെടുത്തുന്നതിനാണ് നമ്മൾ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. അതായത് ആ ലിങ്കിനാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. Next question, dash is a type of data that is used to categorize variables or item into distinct group without any inherent order in ranking. അതായത് നമ്മൾ ഒരു വേരിയബിൾസിനെ കാറ്റഗറൈസ് ചെയ്യുവാണ് ഡിഫറെൻറ്റ് ഗ്രൂപ്പായിട്ട്. അപ്പോൾ അവിടെ നമുക്ക് ഓർഡറോ റാങ്കിങ്ങോ ഒന്നുമില്ല. അത് ഏത് തരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോമിനൽ ഡേറ്റ, റേഷ്യോ ഡേറ്റ, ഇൻ്റർവൽ ഡേറ്റ, ഓർഡിനൽ ഡേറ്റ. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, നോമിനൽ ഡേറ്റ ആണ്. നോമിനൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ നെയിമിംഗ് ആണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിൽ ഒരു ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ നമ്പർ എടുക്കുന്നത്. അപ്പോൾ ആൺകുട്ടി ഇത്ര പേര്, പെൺകുട്ടി ഇത്ര പേര്. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് നമ്മൾ നോമിനൽ ഡേറ്റ എന്ന് പറയുന്നത്. ഇനി ഓർഡിനൽ റേറ്റ എന്ന് പറഞ്ഞാൽ റാങ്കിങ് ആണ്. അതായത് ഇപ്പോൾ ഒരു ക്ലാസ്സിലൊരു ഫസ്റ്റ് റാങ്ക് കിട്ടിയ കൊച്ചു തൊട്ട് ലാസ്റ്റ് റാങ്ക് കിട്ടിയ കൊച്ചു വരെയുള്ള ആ ഒരു ഓർഡറിനാണ് നമ്മൾ ഓർഡിനൽ റാങ്കിങ് എന്ന് പറയുന്നത്. ഡേറ്റയിൽ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂസ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ്. അതായത് ഇവിടെ ഈക്വൽ ഇൻ്റർവൽസ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഡേറ്റ പോയിൻറ്റ്സും കാണും. ഈ സെൽഷ്യസ് അല്ലെങ്കിൽ ഫാരൻഹീറ്റ്സ്, ഡേറ്റ്സ് ഒക്കെ ഈ ഒരു ഇൻ്റർവൽ ഡേറ്റയിലാണ് അനലൈസ് ചെയ്യുന്നത്. റേഷ്യോ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള 0 പോയിൻറ്റുകൾ, അതായത് ഇവിടെ ഒരു 0 ഉണ്ട്. അതായത് അവിടെ ഒരു ആബ്സെൻസ് ഓഫ് മെഷേർഡ് ആട്രിബ്യൂട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻ്റർവെൽസിൻ്റെ ആ ഒരു വാല്യൂസൊക്കെ ഈക്വലും ആയിരിക്കും. അതായത് ഇവിടെ വരുന്ന അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻസ്, ഹൈറ്റ്, വെയ്റ്റ്, ഏജ് എന്നിവയെല്ലാം ഇവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ മെത്തേഡ് ഈസ് ദ മെത്തേഡ് ദാറ്റ് പ്ലേസസ് ദ ലേണർ ഇൻ ദ പൊസിഷൻ ഓഫ് ആൻ ആക്ച്വൽ ഡിസ്കവറർ. അതായത് ഏത് മെത്തേഡിലാണ് നമ്മുടെ ലേണറിനെ ഒരു ഡിസ്കവറാക്കി അല്ലെങ്കിൽ ഡിസ്കവർ എന്നുള്ള റോളിലോട്ട് ലേണർ മാറുന്ന ഏത് മെത്തേഡിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അസൈൻമെൻറ്റ്, പ്രോജക്റ്റ്, ഹ്യൂരിസ്റ്റിക്, ഹിസ്റ്റോറിക്കൽ. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, ഹ്യൂരിസ്റ്റിക് ആണ്. അസൈൻമെൻറ്റിൻ്റെ അകത്ത് ഡിസ്കവർ അല്ല, നമ്മൾ ജസ്റ്റ് കുറച്ച് ഡേറ്റാസ് എഴുതി വയ്ക്കുന്നു എന്നുള്ളതാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്.
ഹിസ്റ്റോറിക്കൽ മെത്തേഡിൻ്റെ അകത്ത് നമ്മളൊരു പാസ്റ്റ് ഇവൻറ്റ്സിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ക്രിട്ടിക്കൽ എക്സാമിനേഷനാണ് നടക്കുന്നത്. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലം സോൾവിങ് അപ്രോച്ചാണ്. അവിടെ നമ്മൾ പ്രാക്ടിക്കൽ മെത്തേഡ്സും മെൻ്റൽ ഷോർട്ട് കട്ട്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേണർ എന്ന് പറഞ്ഞാൽ ഡിസ്കവർ ഓഫ് നോളജ് ആണ്. അതായത് അവൻ ജസ്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയല്ല ചെയ്യുന്നത്, ഡിസ്കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് തിങ്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് എന്ന്. അതായത് അവരൊരു ഡിസ്കവർ ആക്കുകയാണ് ചെയ്യുന്നത്. പ്രോജക്റ്റ് മെത്തേഡിൻ്റെ അകത്തും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആൻസർ വരുന്നത് ഹ്യൂറിസ്റ്റിക് ആണ്. അതായത് പ്രോജക്റ്റിനേക്കാൾ കൂടുതൽ നമ്മൾ ഒരു ആക്ച്വൽ ഡിസ്കവർ ആക്കുന്നത് ഹ്യൂറിസ്റ്റിക് മെത്തേഡിലാണ്. ഒരു റിയൽ വേൾഡ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അതിനെ അഡ്രസ്സ് ചെയ്യുകയാണ് പ്രോജക്റ്റ് മെത്തേഡ് ചെയ്യുന്നതെങ്കിലും ഒരു ലേണറിനെ ഒരു ഡിസ്കവർ ആക്കുന്നതിൽ പ്രോജക്റ്റ് മെത്തേഡിനേക്കാൾ കൂടുതൽ വരുന്നത് ഹ്യൂറിസ്റ്റിക് മെത്തേഡാണ്. സോ അതുകൊണ്ടാണ് ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ട് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമോങ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ്? താഴെ കൊടുത്തിരിക്കുന്നത് റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് അല്ലാത്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വീഡിയോ റെക്കോർഡിങ്, പിയർ ഒബ്സർവേഷൻ, ജേണൽ റൈറ്റിംഗ്, ലെതർജിക് പാർട്ടിസിപ്പേഷൻ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ലെതർജിക് പാർട്ടിസിപ്പേഷൻ ആണ്. വീഡിയോ റെക്കോർഡിങ്ങിന് നമ്മളൊരു വീഡിയോ നമ്മൾ എടുക്കുന്നു, അതിനുശേഷം നമ്മൾ തന്നെ അനലൈസ് ചെയ്യാണ്. നമ്മുടെ ടീച്ചിങ് ലേണിംഗ് എങ്ങനെയുണ്ട്, കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണോ എന്നൊക്കെ നമ്മൾ തന്നെ നമ്മുടെ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു റിഫ്ലക്റ്റീവ് പ്രാക്ടീസാണ് വരുന്നത്. പിയർ ഒബ്സർവേഷനിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് പറയുവാണ്, ഒബ്സർവ് ചെയ്യാനായിട്ട് പറയണം. അതിനുശേഷം അവർ പറയുവാണ് നമ്മളോട് ഇന്ന മിസ്റ്റേക്കുകളുണ്ട്, ഇന്ന കാര്യങ്ങൾ നല്ലതാണെന്ന്. അപ്പോൾ അവിടെ ഒരു റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് തന്നെയാണ് വരുന്നത്. ജേണൽ റൈറ്റിങ്ങിൽ ഇത് തന്നെയാണ് വരുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതുന്നു, അതിനുശേഷം അതും ഒരു റിഫ്ലക്റ്റീവ് പ്രാക്ടീസിലോട്ടാണ് വരുന്നത്. പക്ഷേ ലെതർജിക് പാർട്ടിസിപ്പേഷൻ ഒരു അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് അല്ല. ലെതർജിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു താല്പര്യമൊന്നും ഇല്ലാണ്ട്, നമുക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ഒരു പരിപാടിയിൽ പങ്കെടുക്കുക, ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ലെതർജിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എൻ്റെ ഭാഗമായിട്ട് വരുന്നത്. റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എപ്പോഴും നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫോൾട്ട് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ ലെതർജിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജിക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ല. Next question, if a researcher wants to study the influence of legal literacy on social adjustment of adolescent students, then the legal literacy is the dash variable. അതായത് ഒരു റിസർച്ചറിന് ലീഗൽ ലിറ്ററസിക്ക് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള ഒരു ഇൻഫ്ലുവൻസ് പഠിക്കണം. അത് അഡോളസൻറ്റ് സ്റ്റുഡൻസിൽ ലീഗൽ ലിറ്ററസി എങ്ങനെയാണ് അവരുടെ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യണേ എന്നതിനെപ്പറ്റി പഠിക്കണം. ഇതിൻ്റെ അകത്ത് ലീഗൽ ലിറ്ററസി ഏത് വേരിയബിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ്റർവെയിനിങ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, കൺഫോണ്ടിങ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. അതായത് ഇൻഫ്ലുവൻസ് ഓഫ് ലീഗൽ ലിറ്ററസി ഓൺ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ലീഗൽ ലിറ്ററസി എങ്ങനെ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ലീഗൽ ലിറ്ററസിയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് വരുന്നത്. സോഷ്യൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വരുന്നത്. അതായത് ലീഗൽ ലിറ്ററസി കൂടുമ്പോൾ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്ത് മാറ്റമാണ് വരുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അവിടെ ചേഞ്ചസ് വരുന്നത് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റിലാണ്. ആ ചേഞ്ചസ് ആണ് നമ്മൾ പഠിക്കുന്നത്. സോ അതുകൊണ്ടാണ് അത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് വരുന്നത്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അത് പോകുന്നത്. ട്രെയിനിങ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന വേരിയബിളിനാണ് നമ്മൾ ഇൻ്റർവെയിനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. കൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തേർഡ് വേരിയബിളായിട്ട് വരും. അതായത് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്ന വേരിയബിളിനാണ് നമ്മൾ കൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഈ വേരിയബിൾ നമ്മുടെ സ്റ്റഡീനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 ഉണ്ട്. ലിസ്റ്റ് 1 റിഫ്ലക്റ്റീവ് ടീച്ചിങ്, ഇൻഡക്റ്റീവ് മെത്തേഡ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, ഡിഡക്റ്റീവ് മെത്തേഡ് എന്നിവയാണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 ഡേവിഡ് എ കോൾബ്, ഷോൺ അരിസ്റ്റോട്ടിൽ, ഫ്രാൻസിസ് ബേക്കൺ എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. അതായത് റിഫ്ലക്റ്റീവ് ടീച്ചിങ് ഷോൺ, ഇൻഡക്റ്റീവ് മെത്തേഡ് ഫ്രാൻസിസ് ബേക്കൻ്റെ, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഡേവിഡ് എ കോൾബിൻ്റെ, ഡിഡക്റ്റീവ് മെത്തേഡ് അരിസ്റ്റോട്ടിലിൻ്റെ. ഷോൺ റിഫ്ലക്റ്റീവ് മോഡൽ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഇൻ ആക്ഷൻ, റിഫ്ലക്ഷൻ ഓൺ ആക്ഷനുമാണ്. അതായത് ഇവിടെ നമുക്ക്
ഡ്യൂറിങ് ദ ഇവൻറ്റിലെ റിഫ്ലക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു ഇവൻറ്റിന് ശേഷമുള്ള റിഫ്ലക്ഷനും പറയുന്നുണ്ട്. അതായത് ഈ ഒരു മോഡലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റിനെ റീഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതായത് വർക്കിംഗ് അല്ല എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനെ ആക്ടിവിറ്റിനെ റീഷേപ്പ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എലമെൻറ്റ് ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള റിഫ്ലക്ഷനും ഉണ്ട്, അതിനുശേഷം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഉള്ളതും ഉണ്ട്. ഇൻഡക്റ്റീവ് മെത്തേഡ് ഫ്രാൻസിസ് ബേക്കൻ്റെയാണ്. അതായത് ഇൻഡക്റ്റീവ് മെത്തേഡിൽ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തിട്ട് ജനറലൈസേഷനിൽ എത്തുകയാണ് ചെയ്യുന്നത്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഡേവിഡ് എ കോൾബിൻ്റെയാണ്. ഡേവിഡ് കോൾബിൻ്റെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് നമ്മുടെ എക്സ്പീരിയൻസിനെ ഒരു എഫക്റ്റീവ് ലേണിംഗ് ആക്കി ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ എക്സ്പീരിയൻസ്, അതായത് തോട്ട്സിനെ, ഇമോഷൻസിനെ, എൻവയോൺമെൻറ്റ്സിനെ ഒക്കെ സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലേണിംഗ് പ്രോസസ്സിലുള്ള ഇമ്പാക്റ്റിനെ ഇത് സ്ട്രെസ് ചെയ്യുന്നുണ്ട്. 4 സ്റ്റേജിൽ കൂടിയാണ് ഈ കോൾബിൻ്റെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പോകുന്നത്. ഡിഡക്റ്റീവ് മെത്തേഡ് അരിസ്റ്റോട്ടലിൻ്റെയാണ്. അതായത് നമ്മൾ ഇവിടെ ജനറലൈസേഷനിൽ നിന്ന് നമ്മൾ പർട്ടിക്കുലറിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഇൻഡക്റ്റീവ് മെത്തേഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് തിയറിയിൽ നിന്ന് നമ്മൾ ബാക്കി കാര്യങ്ങളിലോട്ട് ഡേറ്റ കളക്ഷനിലോട്ട് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂക്സ് എന്താണ്? മൂക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലെക്സിബിൾ ആൻഡ് ഓപ്പൺ ഫോം ഓഫ് ടീച്ചർ ഡയറക്റ്റഡ് ഓഫ്ലൈൻ ലേണിംഗ്, റിജിഡ് ആൻഡ് ഓപ്പൺ ഫോം ഓഫ് സെൽഫ് ഡയറക്റ്റഡ് ഓൺലൈൻ ലേണിംഗ്, റിജിഡ് ആൻഡ് ഓപ്പൺ ഫോം ഓഫ് ടീച്ചർ ഡയറക്റ്റഡ് ഓൺലൈൻ ലേണിംഗ്, ഫ്ലെക്സിബിൾ ആൻഡ് ഓപ്പൺ ഫോം ഓഫ് സെൽഫ് ഡയറക്റ്റഡ് ഓൺലൈൻ ലേണിംഗ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഫ്ലെക്സിബിൾ ആൻഡ് ഓപ്പൺ ഫോം ഓഫ് സെൽഫ് ഡയറക്റ്റഡ് ഓൺലൈൻ ലേണിംഗ്. അതായത് ഫ്ലെക്സിബിൾ ആണ്, ഓപ്പൺ ആണ്, സെൽഫ് ഡയറക്റ്റഡ് ആണ്, ഓൺലൈൻ ലേണിംഗ് ആണ്. മൂക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്നുള്ളതാണ്. മൂക്ക് എന്ന് പറഞ്ഞാൽ ഫ്രീ ഓൺലൈൻ കോഴ്സസ് ആണ്. അത് ആർക്ക് വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. അത് അഫോർഡബിളുമാണ്, ഫ്ലെക്സിബിളുമാണ്. നമുക്ക് പുതിയ സ്കിൽസ് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കരിയർ അഡ്വാൻസ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മൂക്ക് എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, ഡിസ്കവറി ലേണിംഗ്, സബ്സംഷൻ തിയറി, ഇക്വിലിബ്രേഷൻ എന്നിവയാണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 ജെറോം എസ് ബ്രൂണർ, ഡേവിഡ് ഓസ്ബെൽ, ജീൻ പിയാഷെ, റോബർട്ട് ഗാഗ്നെ. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. അതായത് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് റോബർട്ട് ഗാഗ്നെ, ഡിസ്കവറി ലേണിംഗ് ബ്രൂണർ, സബ്സംഷൻ തിയറി ഡേവിഡ് ഓസ്ബെൽ, ഇക്വിലിബ്രേഷൻ ജീൻ പിയാഷെ. ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് റോബർട്ട് ഗാഗ്നയുടെയാണ്. അതായത് ഓരോ സ്റ്റിമുലിക്കും ഓരോ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയാണ് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത് ജെറോം എസ് ബ്രൂണറുടെയാണ്. ഡിസ്കവറി ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കവറാണ്, കുട്ടി തന്നെ നോളഡ്ജ് ഡിസ്കവർ ചെയ്യുന്നതാണ് ഡിസ്കവറി ലേണിംഗിൽ പറയുന്നത്. ബ്രൂണർ പറയുന്ന ലേണിംഗ് എന്ന് പറയുന്ന ഒരു ആക്റ്റീവായിട്ടുള്ള സോഷ്യൽ പ്രോസസ്സാണ്. ഇവിടെ സ്റ്റുഡൻസ് ന്യൂ ഐഡിയാസും കോൺസെപ്റ്റ്സും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുകയാണ്. അത് അവരുടെ കറൻറ്റ് നോളജ് വെച്ചിട്ട് അവർ ന്യൂ ഐഡിയാസും കോൺസെപ്റ്റ്സും കൺസ്ട്രക്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്യേണ്ടത് എന്നാണ് ജെറോം എസ് ബ്രൂണർ പറയുന്നത്. ഓസ്ബെല്ല് മീനിങ് ഫുൾ വെർബൽ ലേണിംഗിനകത്താണ് ഈ സബ്സെപ്ഷൻ തിയറിനെ പറ്റി പറയുന്നത്. അതായത് ഓസ്ബെല്ല് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള വെർബൽ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡിയാസ് തമ്മിലുള്ള ഒരു ലിങ്കിങ് ആണെന്ന് പറയുന്നത്. അതായത് ന്യൂ കൺസെപ്റ്റ്സും അതുപോലെ തന്നെ കുറച്ചും കൂടെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ്, അത് നമ്മൾ ഓൾറെഡി ലേൺ ചെയ്ത കൺസെപ്റ്റുകളുണ്ട്. ഇത് തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷനിലൂടെയാണ് ലേണിംഗ് നടക്കുന്നത്. ഈ ഇൻട്രാക്ഷനാണ് നമ്മൾ സബ്സംഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ കുറച്ച് നോളഡ്ജ് ഉണ്ട്, പിന്നെ ഒരു പുതിയ നോളഡ്ജും കൂടെ നമ്മുടെ ഉള്ളിലോട്ട് വരും. അപ്പം ഇത് തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ്റെ ഫലമായാണ് ലേണിംഗ് ഹാപ്പൻ ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ സബ്സംഷൻ എന്ന് പറയുന്നത്. അതായത് ന്യൂ കൺസെപ്റ്റിനെ ഇവിടെ നമ്മൾ സബ്സ്യൂംഡ് എന്നും നമ്മുടെ ഉള്ളിലുള്ള കൺസെപ്റ്റിനെ നമ്മൾ സബ്സമ്മർ എന്നുമാണ് പറയുന്നത്. അപ്പം ഈ സബ്സമ്മർ പ്ലസ് സബ്സ്യൂംഡിനെയാണ് നമ്മൾ സബ്സംഷൻ എന്ന് പറയുന്നത്. സംഭരണം എന്നാണ് ഇതിന് അർത്ഥം വരുന്നത്. ഇക്വിലിബ്രേഷൻ പിയാഷെയുടെയാണ്. അതായത് ഒരു 3 ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിലൂടെയാണ് ഇൻ്റലിജൻസ് പോകുന്നത്. അതായത് അസിമിലേഷൻ, അക്കോമഡേഷൻ, ഇക്വിലിബ്രേഷൻ എന്നിവയാണ്.
അതായത് അസിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോബ്ലം വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അറിവിനെ വെച്ചിട്ട് നമ്മളത് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതാണ് അസിമുലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു, പക്ഷെ നമുക്ക് പറ്റിയില്ല. അപ്പം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അറിവിനെ നമ്മൾ മോഡിഫൈ ചെയ്യണം. അപ്പം നമ്മൾ അതിനെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് നമുക്ക് പുതിയ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട്. അപ്പം നമ്മളോട് ട്രാൻസ്ഫോർമേഷൻ നടത്തി ആ പ്രോബ്ലം സോൾവ് ചെയ്തു. ഇനി ഇതിൻ്റെ ഒരു ബാലൻസിങ്, അതായത് ഈ അസിമുലേഷൻ്റെയും അക്കോമഡേഷൻ്റെയും ബാലൻസിങ്ങിനാണ് നമ്മൾ ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ് അതിൻ്റെ ഒപ്റ്റിമൽ ലെവലിൽ നടക്കണമെങ്കിൽ ഈ അസിമുലേഷൻ്റെയും അക്കോമഡേഷൻ്റെയും ബാലൻസിങ് വേണം. അതായത് ഇതിൻ്റെ ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. സോ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്